ഇന്ത്യയുടെ ചരിത്രമേഖലയിൽ ഛത്രപതി ശിവജിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന മറാത്ത സാമ്രാജ്യവും 17-18 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യവുമായി അവർ നടത്തിയ നീണ്ട പോരാട്ടങ്ങളുമൊക്കെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ അധ്യായങ്ങളാണ്. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഗതി മാറ്റുന്നതിലൊക്കെ പലപ്പോഴും മറാത്ത സാമ്രാജ്യത്തിന് നിർണായകമായ പങ്കുമുണ്ടായിരുന്നു. ഛത്രപതി ശിവജി നിർമ്മിച്ചെടുത്ത ആ മറാത്ത സാമ്രാജ്യം അദ്ദേഹത്തിന് ശേഷം നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഛത്രപതി സംഭാജിയാണ്. 1680 ഛത്രപതി ശിവജി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന സ്വരാജ്യ എന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു രാജ്യമായി തീർന്നിരുന്നു. പൊതുവെ തുംഗഭദ്രയ്ക്കും ഗോദാവരിക്കും ഇടയിലുള്ള മേഖലകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വരാജ്യ മേഖലകളെന്ന് പറയാം. ഏത് സമയവും യുദ്ധമായിരുന്നത് കൊണ്ട് തന്നെ അതിരുകൾ പലപ്പോഴും മാറി മറിഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഛത്രപതി ശിവജിയുടെ അവസാന സമയങ്ങളിൽ പോലും അദ്ദേഹം യുദ്ധത്തിലായിരുന്നു എന്നുകൂടി കാണാം. അദ്ദേഹത്തെ തുടർന്ന് ഭരണാധികാരിയായ സംഭാജിയും ആ പോരാട്ടങ്ങൾ തുടരുകയുണ്ടായി. ആ പോരാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിനും കാരണമായി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഛത്രപതി സംഭാജിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ശിവജിയുടെ ജീവിതം എന്ന പോലെ തന്നെ സംഭവബഹുലമായ ഒരു ചരിത്ര കഥ കൂടിയാണ് സംഭാജിയുടേതും. ശിവജിയുടെ മൂത്ത പുത്രനായി 1657 മെയ് 14 പുരന്ദർ കോട്ടയിലാണ് സംഭാജി ജനിക്കുന്നത്. സംഭാജിയുടെ ജനനം ശിവജിയെ സംബന്ധിച്ചിടത്തോളവും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതിരുകളില്ലാത്ത ആഘോഷത്തിൻ്റെ രാത്രികൾ കൂടിയായിരുന്നു സമ്മാനിച്ചത്. ആ ഒരു നിമിഷത്തെ ശിവജി ഒട്ടനവധി പണം ചെലവഴിച്ച് ആഘോഷിച്ചതായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. ഒന്ന്, അതിനു മുന്നേ ഉണ്ടായ 3 കുട്ടികളും പെൺകുട്ടികളായിരുന്നു എന്നതാണ്. ആ കാല സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ആൺകുട്ടി ഉണ്ടാവുന്നത് ഭാഗ്യമെന്നും അതുപോലെ തന്നെ ആൺകുട്ടി ഉണ്ടായാൽ മാത്രമേ രാജ്യത്തിൻ്റെ ചുമതല നേരിട്ട് നൽകാനാവൂ എന്ന നിലയിലുമൊക്കെ നിർണായകമാവുമല്ലോ. സംഭാജിയുടെ ജനന സമയത്ത് ശിവജി ആ മേഖലകളിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനമൊക്കെ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. മറ്റൊരർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കിടയിൽ ശിവജി ഒരു നായകനായി മാറിയിരുന്നു എന്നത് തന്നെ. സ്വാഭാവികമായും അത്തരമൊരു സന്ദർഭത്തിൽ അവരെ നയിക്കാൻ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആഘോഷങ്ങളുടെ വ്യാപ്തിയും വർദ്ധിക്കുമല്ലോ. സംഭാജിയെ ശിവജി തൻ്റെ പിന്തുടർച്ചക്കാരൻ തന്നെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും മികച്ച വിദ്യാഭ്യാസവും ആയുധാഭ്യാസവും ഒക്കെ നൽകാൻ അദ്ദേഹം പ്രത്യേകം നടപടികളും എടുത്തിരുന്നു. സംഭാജിയുടെ അമ്മയുടെ പേര് സായിബായ് എന്നതായിരുന്നു. എന്നാൽ 2 വയസ്സ് തികയും മുന്നേ 1659 സായിബായ് മരണപ്പെടുകയുണ്ടായി. അതോടെ സംഭാജി ശിവജിയുടെ അമ്മയായ ജീജാബായിയുടെ ലാളനയിലാണ് വളർന്നത്. സംഭാജി വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ ശിവജി അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വച്ചു. സംഭാജിയുടെ സംസ്കൃതത്തിലെ എഴുത്തുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. ഒപ്പം യുദ്ധമുറകളും ആയുധാഭ്യാസവും മറ്റുമൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ലഭിച്ചു എന്നും പറയാം. ഏതായാലും കുഞ്ഞു സംഭാജിയുടെ വിദ്യാഭ്യാസ കാലം നടന്നു പോകുന്നതിനിടെ തന്നെ ശിവജിയുടെ ജീവിതത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയുണ്ടായി. അതിൽ സംഭാജിയും പലയിടത്തും ഭാഗമാകേണ്ടി വന്നു എന്നതാണ് സംഭാജിയുടെ ചരിത്രത്തിനും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. സംഭാജിയുടെ ചെറുപ്പകാലത്ത് ശിവജി ബിജാപൂരുമായി നിരന്തര പോരാട്ടത്തിലാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് അഫ്സൽ ഖാൻ ഉൾപ്പെടെ ഒട്ടേറെ പോരാട്ടങ്ങളെയും ഒക്കെ നമുക്ക് കാണാം. അതൊന്നും ഇവിടെ ഏതായാലും വിശദീകരിക്കുന്നില്ല. മുഗൾ ജനറലായിരുന്ന ഷൈസ്ത ഖാൻ 1660 പുനെ കീഴടക്കിയതും ശിവജിയുടെ ചെറുപ്പകാലത്തെ വസതിയിൽ താമസമാക്കിയതും ശിവജിക്ക് ഈ ഒരു സമയം ഈ മേഖലകളിൽ നിന്ന് തന്നെ രക്ഷപ്പെടേണ്ടിയും വന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ 1663 ശിവജി തിരിച്ചു വന്ന് ഒരു രാത്രിയിൽ ഷൈസ്ത ഖാനെ തന്നെ ആക്രമിക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്തു. അതോടെ മരണമില്ലാത്ത മറാത്തയുടെ നായകനായി ശിവജി വാഴ്ത്തപ്പെട്ടു. ഈ സമയം സംഭാജിക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായം. മറാത്ത മുന്നേറ്റത്തെ തടയാൻ ഷൈസ്ത ഖാന് ആവാത്തതുകൊണ്ട് തന്നെ ഔറംഗസേബ് അടുത്ത നടപടികൾ എടുക്കാൻ ആലോചിച്ചു. ഈ ഒരു സമയം ശിവജി മുഗൾ സാമ്രാജ്യത്തിൻ്റെ നിർണായകമായ തീരനഗരമായ സൂറത്ത് ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. 1664 ജനുവരി 6 ഇത് സംഭവിച്ചത്. അതോടെ ശിവജിയോട് കനത്ത ഭാഷയിൽ തന്നെ തിരിച്ചടിക്കാനും മുഗൾ മേഖലയിലേക്ക് കടന്നു കയറുന്നത് എന്നേക്കുമായി നിർത്താനുമുള്ള നടപടികൾ ഔറംഗസേബ് എടുക്കുകയാണ്. അതോടെയാണ് ഔറംഗസേബിൻ്റെ ജനറൽമാരിൽ ഏറ്റവും മികച്ചവരിൽ ഒരാളായ മിർസ രാജ ജയ്സിങ്ങിനെ തന്നെ ഔറംഗസേബ് ഡെക്കാനിലേക്ക് അയക്കുന്നത്. അതിൻ പ്രകാരം ജയ്സിങ്ങിൻ്റെ പട ശിവജിയുടെ മേഖലകളിലേക്ക് കടന്നെത്തുകയും ഒടുവിൽ പുരന്ദർ കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. മറ്റു വഴികളില്ലാതെ സന്ധിക്ക് സമ്മതിച്ച ശിവജി
ജയ്സിങ്ങിനെ നേരിട്ട് ചെന്ന് കാണുകയും അതിൻ പ്രകാരം 1665 ട്രീറ്റി ഓഫ് പുരന്ദർ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ ട്രീറ്റി ഓഫ് പുരന്ദറിന് കുഞ്ഞായിട്ടുള്ള സംഭാജിയുടെ ഔദ്യോഗിക സൈനിക സേവനത്തിൻ്റെ തുടക്കത്തിനും കാരണമായി എന്നതാണ് ഒരു വലിയ പ്രത്യേകത. സന്ധി അനുസരിച്ച് ശിവജി 23 കോട്ടകൾ മുഗളിന് വിട്ടു നൽകേണ്ടി വന്നു. ഒപ്പം മകനായിട്ടുള്ള സംഭാജിയെ മുഗൾ ചക്രവർത്തിക്ക് കീഴിൽ 5000 വരുന്ന പടയുടെ നായകനായി ഡെക്കാനിൽ സേവനമനുഷ്ഠിക്കാൻ വിടും എന്നതും സന്ധിയിലെ ഒരു നിർണായക ഭാഗമായിരുന്നു. ഒപ്പം ബിജാപൂരിനെതിരെ പട നയിക്കുമ്പോൾ മുഗൾ സൈന്യത്തിന് വേണ്ട പിന്തുണ മറാത്ത സൈന്യം നൽകും എന്നതുമൊക്കെ സന്ധിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ട്രീറ്റി ഓഫ് പുരന്ദർ വ്യവസ്ഥകളൊക്കെ ഔറംഗസേബ് ഒടുവിൽ അംഗീകരിക്കുകയും സംഭാജി 5000 വരുന്ന പടയുടെ നായകനായി മാറുകയും ചെയ്തു. അതായത് 8 വയസ്സ് മാത്രമുള്ള ഒരു ബാലനാണ് നേരിട്ടുള്ള സൈനിക മേഖലയിൽ ഔദ്യോഗിക ഉത്തരവാദിത്തം വന്നു ചേരുന്നത് എന്നത് തന്നെ. ധാരണ പ്രകാരം സംഭാജി 1665 ജൂൺ 17 തന്നെ ശിവജിയെ വിട്ട് സേവനമനുഷ്ഠിക്കാനായി ജയ്സിങ്ങിൻ്റെ ക്യാമ്പിൽ എത്തിച്ചേരേണ്ടിയും വന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തിന് മറ്റുള്ള സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു എന്നും കാണാവുന്നതാണ്. ഏതായാലും മുഗൾ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ സംഭാജി സേവനമനുഷ്ഠിക്കാൻ ആരംഭിച്ചു എന്ന് പറയാം. ജയ്സിങ്ങിൻ്റെ ക്യാമ്പിൽ സംഭാജി എത്തിയത് 1665 ജൂൺ 18 രേഖകൾ പറയുന്നത്. ചരിത്രരേഖകൾ അനുസരിച്ച് 1665 ജൂൺ 18 മുതൽ 1665 സെപ്റ്റംബർ 21 വരെ സംഭാജി ജയ്സിങ്ങിൻ്റെ ക്യാമ്പിൽ ജീവിക്കുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ഒരു മുഗൾ മാൻസബദാറായി നിലകൊണ്ടു എന്നത് തന്നെ. ചെറുപ്പമായിരുന്നത് കൊണ്ട് തന്നെ സംഭാജിക്ക് അതിനു വേണ്ടതായ പരിഗണനകളൊക്കെ ലഭിക്കുകയും ഒട്ടേറെ രാജ്പൂത് കമാൻഡർമാരുമായി ബന്ധം സ്ഥാപിക്കാനുമൊക്കെ ഇത് സഹായിച്ചു എന്നും പറയാം. ഇവിടെ വച്ച് മുഗൾ സൈനിക ഘടനയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ മനസ്സിലാക്കാനും ഒരു പരിധിവരെ സംഭാജിയെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയം തന്നെയാണ് ജയ്സിങ് ശിവജിയെ കൊണ്ട് ആഗ്രയിൽ ചെന്ന് ചക്രവർത്തിയെ നേരിട്ട് കാണണം എന്നൊരു നിർദ്ദേശം വയ്ക്കുന്നത്. മറാത്തയെ ചേർത്തുകൊണ്ടുള്ള ബിജാപൂർ സൈനിക നടപടിയൊന്നും വിജയിക്കാത്തത് കൊണ്ട് തന്നെ ശിവജി ആഗ്രയിൽ നേരിട്ട് ചെന്ന് ചക്രവർത്തിയുടെ വിശ്വാസം നേടിയാൽ കൂടുതൽ സൈനിക ബലവും സമയവുമൊക്കെ ലഭിക്കുമെന്ന ഒരു ധാരണയിൽ കൂടിയായിരുന്നു ജയ്സിങ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ശിവജി പല രീതിയിൽ ഈ ഒരു നടപടി ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. എല്ലാ തരത്തിലുള്ള സംരക്ഷണവും സ്ഥാനത്തിന് യോജിച്ച സ്വീകരണവുമൊക്കെ ജയ്സിങ് വാക്ക് നൽകുകയും ചെയ്തു. ഒടുവിൽ ശിവജി സമ്മതിച്ചു. താനില്ലാത്ത സമയത്ത് തൻ്റെ മേഖലകളുടെ ഭരണവും സൈനിക ചുമതലകളുമൊക്കെ എങ്ങനെ വേണമെന്നും മറ്റുമൊക്കെയുള്ള നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയതിന് ശേഷം ശിവജിയുടെ ആഗ്ര യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ മകനായിട്ടുള്ള സംഭാജിയും ഉണ്ടായിരുന്നു. കൂടാതെ വിശ്വസ്തരായ 7 ഉദ്യോഗസ്ഥരും ഒപ്പം വലിയൊരു സൈന്യവും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ശിവജിയുടെ യാത്രയ്ക്കായി മുഗൾ ട്രഷറിയിൽ നിന്ന് 1,00,000 രൂപ അനുവദിച്ചതായും പറയുന്നുണ്ട്. കൂടാതെ ജയ്സിങ്ങിൻ്റെ കീഴിലെ ഗാസിബെഗ് എന്ന ഉദ്യോഗസ്ഥനും ശിവജിയെ അനുഗമിച്ചു. അങ്ങനെ 1666 മാർച്ചിൽ തുടങ്ങിയ യാത്ര ഒട്ടേറെ സ്വീകരണങ്ങളും മറ്റുമൊക്കെ അപ്പുറം 1666 മെയ് 12 ആഗ്രയിൽ എത്തിച്ചേരുകയുണ്ടായി. ജയ്സിങ്ങിൻ്റെ നിർദ്ദേശപ്രകാരം മകനായിട്ടുള്ള രാം സിംഗ് എല്ലാവിധ ആദരവോടും കൂടി തന്നെ ശിവജിയെ സ്വീകരിക്കുകയും ചെയ്തു. ആ സമയം ഔറംഗസേബ് ഇമ്പീരിയൽ കോർട്ട് കൂടിയിരുന്നത് ആഗ്രയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും രാം സിംഗ് ശിവജിയെ സ്വീകരിക്കുകയും ദിവാനി ഖാസിലേക്ക് ആനയിക്കുകയും ചെയ്തു. എന്നാൽ മെയ് 12 എന്നത് ഔറംഗസേബിൻ്റെ 50ാമത്തെ ലൂണാർ ബർത്ത്ഡേ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ആഘോഷങ്ങളും ഒട്ടേറെ വിശിഷ്ട വ്യക്തികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് മറാത്ത ചീഫ് എന്ന നിലയിൽ ഒട്ടേറെ സമ്മാനങ്ങളുമൊക്കെയായി ശിവജിയും നിലകൊണ്ടു. അങ്ങനെ അവിടേക്ക് ചക്രവർത്തിയായ ഔറംഗസേബ് സിംഹാസനത്തിൽ വന്നിരിക്കുകയാണ്. ജനറലായിരുന്ന ആസാദ് ഖാൻ ശിവജിയെ ഔറംഗസേബിന് പരിചയപ്പെടുത്തി. ശിവജിയെ ശിവജി രാജ എന്ന് വിശേഷിപ്പിച്ച ഔറംഗസേബിനോട് ശിവജി സലാമും നൽകി. എന്നാൽ അതിനപ്പുറം കോർട്ട് സ്വാഭാവികമായ രീതിയിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ മുഗൾ കോർട്ടിൽ ഓരോ പദവി അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് നിൽക്കാൻ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ച് 3rd ഗ്രേഡ് നോബിൾസിന് റിസർവ് ചെയ്യപ്പെട്ട മേഖലയിലായിരുന്നു ശിവജി നിൽക്കേണ്ടത്. ഇതിനിടയിൽ തൻ്റെ മുന്നിലുള്ള ഒരാൾ ആരാണെന്ന ചോദ്യത്തിന് അതിലൊരാൾ രാജ ജയ്സിങ്ങിൻ്റെ കീഴിലുള്ള ഒരാളാണെന്ന് കൂടി കേട്ടതോടെ ശിവജി പൊട്ടിത്തെറിക്കുകയാണ്. അതോടെ രാം സിംഗിനോട് പരുഷമായ ഭാഷയിൽ തന്നെ ശിവജി സംസാരിക്കുകയുണ്ടായി. ശബ്ദം കേട്ട മറ്റുള്ളവർ എന്താണ് അവിടെയെന്ന് അന്വേഷിക്കുകയും
രാംസിംഗ് ഇടപെട്ട് ചില കാരണങ്ങളൊക്കെ പറഞ്ഞ് രംഗം ശാന്തമാക്കുകയും ചെയ്തു. കോർട്ട് തീരാൻ നിൽക്കേണ്ടതില്ലെന്നും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോവാമെന്നും അനുവാദം കിട്ടിയതിനെ തുടർന്ന് രാംസിംഗ് ശിവജിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ കോർട്ടിലെ മറ്റുള്ളവർ അവിടെയുണ്ടായ നടപടിയെ നിശിതമായി തന്നെ വിമർശിച്ചു. അവിടെ വെച്ച് ആരും ഇത്തരത്തിൽ പെരുമാറിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ കർശനമായ ശിക്ഷാ നടപടി ഉണ്ടാവണമെന്നും ഏവരും ആവശ്യപ്പെട്ടു. ജയ്സിംഗിൻ്റെ നിലപാട് കൂടി അറിയാൻ ഔറംഗസേബ് തീരുമാനിച്ചതോടെ ശിവജി വീട്ടുതടങ്കലിലായി എന്ന് പറയാം. ഔറംഗസേബിന് മുന്നിലേക്ക് ശിവജി പിന്നീട് പോയിട്ടില്ലെങ്കിലും സംഭാജി രാംസിംഗിനൊപ്പം കോർട്ടിൽ പിന്നീടും പങ്കെടുക്കുകയുണ്ടായി. ഔറംഗസേബ് കുഞ്ഞു സംഭാജിയെ സ്വീകരിക്കുകയും സ്വർണ്ണ കത്തിയൊക്കെ സമ്മാനമായി നൽകുകയുമുണ്ടായി. ഏതായാലും ശിവജി രക്ഷപ്പെടാതിരിക്കാനായി ശിവജിയുടെ ക്യാമ്പിന് ചുറ്റും ഫുലാദ് ഖാന്റെ നേതൃത്വത്തിൽ മുഗൾ പട സുരക്ഷയൊരുക്കുകയുണ്ടായി. ശിവജിയുടെ കാര്യത്തിൽ തീരുമാനവും എന്നാൽ നീണ്ടുപോയി. രംഗം ശാന്തമായി തിരിച്ചു പോകാനുള്ള ശിവജിയുടെ നീക്കങ്ങളുമൊന്നും വിജയിച്ചതേയില്ല. അതോടെ 1-2 മാസക്കാലം വീട്ടുതടങ്കലിൽ എന്ന നിലയിൽ ശിവജിക്ക് ജീവിക്കേണ്ടി വന്നു. അതോടെ ശിവജി സ്വയം രക്ഷപ്പെടാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചു. രാംസിംഗ് തനിക്ക് നൽകിയിരുന്ന സുരക്ഷയെ പിൻവലിപ്പിച്ച ശിവജി അതിനോടൊപ്പം തന്നെ തന്നോടൊപ്പം വന്നിട്ടുള്ള പടയെയും തിരിച്ചയക്കുകയുണ്ടായി. തിരിച്ചയച്ചത് ജൂൺ 7-ാം തീയതി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി വളരെ കുറച്ചുപേരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നതുകൊണ്ട് തന്നെ ഔറംഗസേബ് ഇതിന് സമ്മതവും നൽകിയിട്ടുണ്ട്. തുടർന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് ശിവജി നടത്തിയത്. ദിവസങ്ങൾ നീണ്ടുനിന്ന നടപടികൾക്കൊടുവിൽ ഔറംഗസേബിൻ്റെ തീരുമാനത്തിനൊന്നും കാത്തു നിൽക്കാതെ 1666 ഓഗസ്റ്റ് 17-ന് മകനായ സംഭാജിയോടൊപ്പം ശിവജി ആഗ്ര മേഖലകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഔറംഗസേബിൻ്റെ ചാരക്കണ്ണുകൾ തങ്ങളെ പിടികൂടുന്നതിന് മുന്നേ തന്നെ പരമാവധി ദൂരം പിന്നിടുക എന്നതായിരുന്നു ശിവജിയുടെ പ്രധാന ലക്ഷ്യം. കുഞ്ഞായ സംഭാജി ഉള്ളത് എതിരാളികൾക്ക് തിരിച്ചറിയാൻ എളുപ്പമാകും എന്നുള്ളതുകൊണ്ട് തന്നെ ശിവജി ഉടനെ മധുരയിലേക്ക് കുതിച്ചു. അവിടെ തനിക്കറിയുന്ന കൃഷ്ണാജി പന്ത്, കാശിറാവു, വിശ്വജി പന്ത് എന്നിവരുടെ ഇടയിൽ സംഭാജിയെ ഏൽപ്പിച്ച് ശിവജി വേഷമൊക്കെ മാറിക്കൊണ്ട് എത്രയും വേഗം മഹാരാഷ്ട്രയിലേക്ക് എത്താൻ പുറപ്പെടുകയാണ്. സ്വാഭാവിക വഴികൾക്ക് പകരം പല വഴികളിലൂടെ സഞ്ചരിച്ച ശിവജി 1666 നവംബറിൽ റായ്ഗഡ് കോട്ടയിലേക്ക് എത്തിച്ചേർന്നു. സംശയമൊന്നും ഉണ്ടാവാതിരിക്കാൻ യാത്രാമധ്യേ സംഭാജി മരണപ്പെട്ടു എന്നൊരു വാർത്ത കൂടി ശിവജി പരത്തുകയുണ്ടായി. മുഗൾ തേടലുകളൊക്കെ ഇല്ലാതായി എന്ന് തോന്നിയ സന്ദർഭത്തിൽ വിശ്വസ്തരെ ശിവജി മധുരയിലേക്ക് അയക്കുകയും സംഭാജിയെയും ഒപ്പം ആ 3 പേരുടെ കുടുംബത്തെയും ചേർത്ത് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവരികയും വലിയ സ്വീകരണവുമൊക്കെ നൽകുകയുണ്ടായി. അപ്രകാരം മറാത്ത സാമ്രാജ്യം സംഭാജിയുടെ തിരിച്ചുവരവിനെ അതിഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തു. ശിവജിയുടെ പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതത്തിലെ നിർണായകമായ ഡൽഹി അധ്യായത്തിലെ നേർസാക്ഷിയായി കുഞ്ഞാണെങ്കിലും സംഭാജി കൂടി ഉണ്ടായിരുന്നു എന്നത് പ്രധാനം തന്നെയാണ്. ആ കാല അവസ്ഥകളെയും പോരാട്ടങ്ങളെയും ഒക്കെ കുറിച്ച് ചെറുപ്രായത്തിൽ തന്നെ സംഭാജിക്ക് ഇതിലൂടെ ഒരു ധാരണ വന്നിട്ടുണ്ടാകാം എന്ന അനുമാനവും നൽകാം. ശിവജിയുടെ ജീവിതത്തെപ്പറ്റിയും മഹാരാഷ്ട്ര ആസ്ഥാനമാക്കി ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയുമൊക്കെ കുഞ്ഞു സംഭാജി ഈ സമയം മനസ്സിലാക്കിയിരിക്കാം. ഏതായാലും ആഗ്രയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ശിവജി പൊതുവെ ശാന്തനായി നിലകൊള്ളുകയും എതിരാളികൾക്ക് നേരെ യാതൊരുവിധ ആക്രമണവും നടത്തുകയുണ്ടായില്ല. തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിരോധ നിരകൾ സൃഷ്ടിക്കുക, സൈന്യത്തെ മെച്ചപ്പെടുത്തുക, വരുമാനം വർദ്ധിപ്പിക്കുക, ഭരണം മെച്ചപ്പെട്ടതാക്കുക എന്നീ നയങ്ങളിലാണ് ശിവജി ഈ സമയം നിലകൊണ്ടത്. വരുമാനമൊക്കെ വർദ്ധിപ്പിച്ച് തൻ്റെ കോട്ടകൾ കൂടുതൽ കരുത്തുറ്റതാക്കി ശിവജി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. ചുരുക്കിയാൽ ഈ സമയം മുഗളർക്കും മറാത്തയ്ക്കുമിടയിൽ ഒരു സമാധാനം നിലനിന്നു എന്ന് പറയാം. ഇതിനിടെ സംഭാജിക്ക് 4000 വരുന്ന ഒരു പടയുമായി വീണ്ടും മുഗൾ ക്യാമ്പിലേക്ക് പോവേണ്ടി വരികയും അവിടെ സേവനമനുഷ്ഠിക്കേണ്ടി വരികയും ചെയ്തു. ഡക്കാനിലെ മുഗൾ വൈസ്രോയ്ക്കൊപ്പമായിരുന്നു സംഭാജി ഈ സമയം നിലകൊണ്ടത്. ഏതായാലും പ്രായത്തിൻ്റെ പരിഗണനയിൽ വലിയ കാലതാമസമില്ലാതെ സംഭാജിക്ക് തിരിച്ച് ശിവജിയുടെ അടുത്തേക്ക് തന്നെ പോവാനും അനുവാദം നൽകുകയുണ്ടായി. ഏതായാലും 1670 വരെയുള്ള കാലം ശിവജി പൊതുവെ ഏവരോടും സമാധാനത്തിൽ നിലകൊള്ളുകയാണ് ഉണ്ടായത്. ഈ സമയങ്ങളിൽ ശിവജിയുടെ ഒപ്പം നിന്ന് സംഭാജിക്ക് ഇവയൊക്കെ പഠിക്കാനുള്ള അവസരവും വന്നു ചേർന്നു. എന്നാൽ 1670കൾക്കിപ്പുറം മുഗൾ മറാത്ത സമാധാനം വീണ്ടും തകരുകയും പോരാട്ട വഴികൾ തുറക്കപ്പെടുകയുമാണ്.